ഈ ഓഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് ഇതിൻ്റെ ഒരു ഫിൽറ്റർ അത് ഒരു തരത്തിലല്ല, ഒറ്റ ടൈപ്പിലല്ല ഫിൽറ്റർ. അത് ഓരോ ആ ഇമേജിൻ്റെ ലൈറ്റിങ് അനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ സ്ഥലത്തും വേറെ വേറെ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യാം. അതായത് മീഡിയം ഫിൽറ്റർ, മിനിമം ഫിൽറ്റർ, മാക്സിമം ഫിൽറ്ററൊക്കെ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ നോൺ ലീനിയർ സ്പാറ്റിയൽ ഫിൽറ്റേഴ്സ്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് അതിൻ്റെ പിക്സൽ ഹിസ്റ്റോഗ്രാമിൻ്റെ, അതായത് പിക്സൽ നൈബറിങ് ഹുഡിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചേഞ്ചായി വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനിമം, മാക്സിമം, മീഡിയം ഫിൽറ്റേഴ്സൊക്കെ അതിൽ ഉണ്ടായിരിക്കും. അതിൽ മീഡിയം ഫിൽറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സെൻട്രൽ വാല്യൂ നൈബറിങ് വാല്യൂസിൻ്റെ മീഡിയൻ വെച്ച് എടുത്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡം നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. റാൻഡം നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൾട്ട് ആൻഡ് പെപ്പർ എഫക്റ്റ് എന്ന് പറയും. സാൾട്ട് ആൻഡ് പെപ്പർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പമായിട്ടുള്ള നോയ്സുകൾ ഇടകലർന്നിട്ടുണ്ടാവും. സാൾട്ട് എന്ന് പറയുന്നത് 255 ആണ് ഗ്രേ സ്കെയിലിൽ. പെപ്പർ എന്ന് പറയുന്നത് 0 ഗ്രേ സ്കെയിലാണ്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈബറിങ് വാല്യൂസൊക്കെ കണ്ടിട്ട് അതിൻ്റെ മീഡിയം കാണും. എന്നിട്ട് അത് സോർട്ട് ചെയ്തിട്ട് മീഡിയം കാണുന്നതിന് മുന്നേ അത് സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ മീഡിയം കണ്ടെത്തിട്ട് സെൻട്രൽ പിക്സലിന് ആ മീഡിയം വാല്യൂ അസൈൻ ചെയ്യും. എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ 3x3 നെയ്ബർഹുഡാണുള്ളത്. ഇതിൽ നമ്മൾ ഈ വാല്യൂസ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. 0, 10, 15, 20, 20, 20, 20, 25, 255. ഇതിൽ മീഡിയൻ 20 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 255 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് അത് 20 ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ 255 ആണ് സാൾട്ട് നോയ്സ്. അപ്പോൾ ആ സാൾട്ട് നോയ്സ് വന്നിട്ട് അത് 20 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു എക്സാമ്പിൾ ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ എക്സ്റേ പിക്ചറാണ്. ഇതിൽ നോയ്സ് റിഡക്ഷൻ ഗോസിയൻ ഫിൽറ്റർ വെച്ചിട്ടുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് മീഡിയൻ ഫിൽറ്റർ വെച്ചിട്ട് ഉള്ള നോയ്സ് റിഡക്ഷൻ. ഈ മാക്സിമം ഫിൽറ്റർ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പെപ്പർ നോയ്സ് റെഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പെപ്പർ നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കുത്തുകൾ കുറച്ചിട്ട് കൊണ്ടുവരാനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. R=max ബ്രാക്കറ്റിൽ Z K = 1, 2, അങ്ങനെ 9 വരെ. ഈ മിനിമം ഫിൽറ്റർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൾട്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സാൾട്ട് നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ നോയ്സ് റെഡ്യൂസ് ചെയ്യാനാണ്. അതിനുള്ള ഫോർമുലയാണ് നടുക്കിൽ ഉള്ളത്. അപ്പോൾ ഈ സമ്മറിയിൽ നമ്മൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽറ്റേഴ്സ് എങ്ങനെ പഠിച്ചു? മീഡിയം ഫിൽറ്റർ പഠിച്ചു, മിനിമം ഫിൽറ്റർ പഠിച്ചു, മാക്സിമം ഫിൽറ്റർ പഠിച്ചു.